നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോഴുള്ളത് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു പ്രദേശത്താണ്. ഇവിടെ ഒരു വലിയ ലേക്ക് ഉണ്ട്, ഒരു ഷോപ്പിംഗ് സെൻറ്റർ, ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. പിന്നെ ഈ പ്രദേശത്തിൻ്റെ പേര് ലേക്ക് ആരോഹെഡ് എന്നാണ്. ഇതിൻ്റെ ഈ മലനിരകളുമായിട്ട് ചേർന്ന് കുറേ അധികം കുന്നുകളുടെ ഒരു കൂട്ടമാണ് ഇത്. ബിഗ് ബെയർ ലേക്ക് എന്ന് പറയും, റണ്ണിങ് സ്പ്രിങ്സ്, ട്വിൻ പീക്സ്, ലേക്ക് ഗ്രിഗറി, പിന്നെ അങ്ങനെയുള്ള ചെറു ലേക്കുകൾ നമുക്ക് കാണാവുന്നത് പോലെ തന്നെ. ക്രിസ്മസ് അടുത്ത് വരാണ്. ഇതിനിടയിൽ അമേരിക്കയുടെ ഒരു ആഘോഷങ്ങളുടെ കാലഘട്ടമാണ്. ശൈത്യകാലം തുടങ്ങുകയും ഇലകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ മഞ്ഞ നിറത്തിലായി തുടങ്ങി. മഞ്ഞും ചുവപ്പും നിറത്തിലുള്ള ഇലകൾ. ഇതൊരു ആഘോഷത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അമേരിക്കയിൽ. അത് ഇപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി താങ്ക്സ് ഗിവിങ് വരും. അത് അമേരിക്കയുടെ വലിയൊരു ആഘോഷമാണ്. ഈ താങ്ക്സ് ഗിവിങ് കാലഘട്ടത്തിൽ ടർക്കി എന്ന് പറഞ്ഞ ചിക്കനെ വേവിക്കുന്നതാണ് ടർക്കി കുക്കിംഗ്. അതിനുശേഷം പിന്നീട് ബ്ലാക്ക് ഫ്രൈഡേ, ഷോപ്പിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ അന്ന് ഇവിടെ ആൾക്കാരൊക്കെ കടകളുടെ മുമ്പിൽ ഇങ്ങനെ വരിയായിട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ ഡീല് കൊടുക്കുമെന്ന് കിട്ടും. അത് ചിലപ്പോൾ ഒരു $1000 സാധനം $100 കിട്ടുക. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഉന്തും തള്ളായിരിക്കും ഈ കടകളുടെ മുമ്പിൽ. വലിയ കോർപ്പറേഷൻസ്, ബെസ്റ്റ് ബൈ, വാൾമാർട്ട്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡീല് കൊടുക്കും ഈ താങ്ക്സ് ഗിവിങ്. ആ ബ്ലാക്ക് ഫ്രൈഡേയുടെ ദിവസമാണ് ആൾക്കാർ ഈ ഗിഫ്റ്റുകൾ വാങ്ങും ക്രിസ്മസിന്. എന്നിട്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് അയക്കുന്നതൊക്കെ ആ സമയത്ത് വാങ്ങിയിട്ടാണ് ഇവർ അവരുടെ ബന്ധുമിത്രാദികൾക്ക് ഗിഫ്റ്റൊക്കെ അയക്കുന്നത്, സമ്മാനങ്ങളൊക്കെ, ക്രിസ്മസ് സമ്മാനങ്ങൾ. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടം എന്ന് പറയുന്നത് 2 ആഴ്ച അവർ ആഘോഷ തിമിർപ്പിലായിരിക്കും. ആ കാലഘട്ടമാണ് അവർ ആഘോഷങ്ങൾക്കും യാത്രകൾക്കും വേണ്ടി വിനിയോഗിക്കുന്നത്. ഈ ലേക്ക് ആരോഹെഡ് ഒരു കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ലേക്കാണ്. അണക്കെട്ടുകളും തടയണകളും കെട്ടിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലേക്കാണ്. ഇത് ഉണ്ടാക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു 1920കളിൽ ഇവിടെ ഒരു വലിയൊരു ഡിപ്രഷൻ വന്നു, റിസഷൻ, സാമ്പത്തികമായിട്ടുള്ള റിസഷൻ വന്നപ്പോഴാണ് ഈ ലേക്ക് ഉണ്ടാക്കാനായിട്ട് വലിയ കോർപ്പറേഷൻസ് ലോസ് ഏഞ്ചലസിൽ നിന്നും വന്നാണ് അവർ ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ആ തൊഴിൽ എന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പദ് വ്യവസ്ഥ അതാണ് അവർക്ക് മെയിൻ. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യം വന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ വമ്പന്മാർ വന്നിട്ട് ഉണ്ടാക്കി ഇവിടെ കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്ത ആ സമയത്താണ് ഈ ലേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കോർപ്പറേഷൻസിൻ്റെ സിഇഒമാർ, പിന്നെ ഇവിടെ നമ്മുടെ സിനിമാ നടന്മാർ, ഹോളിവുഡിലൊക്കെയുള്ള സിനിമാ നടന്മാരൊക്കെ ഇതിന് കരയിലായിട്ട് വലിയ വലിയ മാളികകൾ പണിതിട്ടുണ്ട്, വെക്കേഷൻ ഹോംസ് ആയിട്ട്. അപ്പോൾ അവരുടെ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അവരുടെ ഉല്ലാസ നൗകകളുമുണ്ട്, ബോട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഈ ബോട്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് അവർ നങ്കൂരമിട്ട് ഇവിടെ ഈ ലേക്കിൽ ഇത് ഉള്ളിലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ചെറിയൊരു പ്രദേശം പോലെ തോന്നിയാലും ഉള്ളിലേക്ക് കുറേ പോകുന്നതാണ് ഈ ലേക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രദേശം ഇവിടെ അതിശൈത്യം, ഭയങ്കര തണുപ്പ് വരും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സാമ്പത്തികമായിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ടും ആണോ എന്ന് അറിയില്ല. ഇവിടെ ഇതിലും വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് എല്ലാ വർഷവും ഇവർ നിർമ്മിക്കാറ്. ഈ പ്രദേശത്ത് സദേൺ കാലിഫോർണിയ പ്രദേശത്ത് സാധാരണ മഞ്ഞ് പെയ്യില്ലെങ്കിലും കുറച്ച് നാൾ ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും ഇവിടെ മഞ്ഞ് കൊണ്ട് മൂടും. ഭയങ്കരമായിട്ടുള്ള മഞ്ഞ് വന്നാൽ ഈ ലേക്കും ഫ്രോസൺ ആവും. അപ്പോൾ ഇവിടെ ആൾക്കാർ ഐസ് ഫിഷിങ്, ഐസ് ഡ്രില്ല് ചെയ്തിട്ട് ഐസിനുള്ളിലൊരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് അവരുടെ ചൂണ്ട ആ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് മീൻ പിടിക്കും. അപ്പോൾ ഐസ് ഫിഷിങ്ങിനൊക്കെ ജനങ്ങൾ ഇവിടെ വരാറുണ്ട്. സ്നോ മുഴുവനും നിറഞ്ഞു കിടക്കുമ്പോൾ ഐസ് കട്ട് ചെയ്ത് നമുക്ക് ഈ ലേക്കിൻ്റെ മേലെ കൂടെ നടന്ന് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ക്രിസ്മസ് ട്രീ വന്നു, ആഘോഷങ്ങൾ തുടങ്ങി. അപ്പോൾ ഇവിടെ ഗോ കാർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് സന്ധ്യ ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫാൾ സീസണാണ് അമേരിക്കയിൽ. ഫാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാം ഇലകളൊക്കെ പച്ച, ചോപ്പ, മഞ്ഞ നിറാവും. ഇനി ഇല കൊഴിഞ്ഞ് വീഴും. വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല കൊഴിഞ്ഞ് വീണിട്ട് മഞ്ഞ് പെയ്തു തുടങ്ങും, സ്നോ പെയ്തു തുടങ്ങും. അപ്പോൾ ഇവിടെ ഈ പുഴയിൽ കുറേ ഫിഷിംഗുകാർ വരും. ട്രൗട്ട് എന്ന് പറഞ്ഞൊരു മീൻ കിട്ടും. പിന്നെ ഉള്ളത് കാർപ്പാണ്, കാർപ്പ് കിട്ടും, ട്രൗട്ട്. പിന്നെ കുറേ താറാവിനെ കാണാം നമുക്ക്. ഇതിപ്പോൾ ഇവിടെ കുറച്ചേ ഉള്ളൂ, 2-3 ഉണ്ട്. പക്ഷെ കുറേ താറാവ്, ശുദ്ധമായ വെള്ളമാണ്. ഈ പ്രദേശത്തുള്ളത് ശുദ്ധമായ വെള്ളമാണുള്ളത്. പിന്നെ കുറച്ച് താറാവുണ്ട്. ഇപ്പം മലനിരകളാണ്, മലമുകളിലൊക്കെ നമുക്ക് കാണാം
വീടുകളൊക്കെ പണിത് ഇവിടെ വെക്കേഷൻ ഹോംസ് ഒക്കെ പണിത് ആൾക്കാർ നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പം തന്നെ ഒരു 0 ഡിഗ്രി ഉണ്ട്. രാത്രിയാകുമ്പോഴേക്കും അത് വളരെ തണുപ്പിലേക്ക് ഡ്രോപ്പ് ആവും, ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും.